ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹോ. മിഴി പെയ്തു തോർന്നൊരു സായന്തനത്തിൽ മഴയായി ചാറിയതാരേ ദളമന്മരം നേർത്ത ചില്ലകൾക്കുള്ളിൽ കുയിലായി മാറിയതാരേ അവളുടെ കവിളിൽ തൊടുവിരലാലെ കവിതകൾ എഴുതിയതാരേ മുകുളിതയാക്കിയതാരേ അവളെ പ്രണയിനിയാക്കിയതാരേ വരമഞ്ഞലാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞ തുള്ളി ഉറങ്ങി. ഇനി നേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാരോ മയങ്ങി. പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതു നന്ദിനിയാക്കി അവളെ മലരാക്കി. ഹെഡ്സെറ്റിലൂടെ തന്റെ ഹൃദയത്തിലേക്കാണ് പാട്ടിന്റെ ഓരോ വരിയും ഇറങ്ങിച്ചെല്ലുന്നതെന്ന് തോന്നിയവൾക്ക്. സമയം രാത്രി 11 അടുക്കുന്നു. പുറത്തെ മഴയുടെ തണുപ്പും കൂടാതെ പാതി തുറന്നിട്ട ജനലിലേക്ക് കയറ്റി വെച്ച കാലിലേക്ക് വീഴുന്ന നേർത്ത തുള്ളികളുടെ കുളിരും. ആ കുളിര് തന്റെ ശരീരം മൊത്തം വ്യാപിക്കുന്നത് അവൾ അറിഞ്ഞു. പെട്ടെന്ന് ബെഡിൽ വെച്ച ഫോണിൽ ഒരു വൈബ്രേഷൻ വെളിച്ചം മിന്നി. കുഞ്ഞാ, അതായിരുന്നു മെസ്സേജ്. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി, അതിമനോഹരമായ ഒരു പുഞ്ചിരി തെളിഞ്ഞു. ഹെഡ്സെറ്റ് ഊരി മാറ്റി കാലുകൾ ജനലടിയിൽ നിന്നെടുത്ത് അവൾ തലയണ ചാരി വെച്ച് അതിലേക്ക് ചാരിയിരുന്നു. കയ്യിൽ അവളുടെ പിങ്കി ടെഡിയും ഉണ്ടായിരുന്നു. ഏട്ടാ, ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. 11 മണിയായി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഓവർ ടൈം കാണുമെന്ന്. ഇല്ല, ഞാനിപ്പോ വിളിക്കാവേ. അവൾ വേഗം ഹെഡ്സെറ്റ് ചെവിയിൽ തിരികെ. പെട്ടെന്ന് തന്നെ ഫോണിലെ സ്ക്രീനിൽ ഏട്ടൻ എന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്ന് വിളി വന്നു. ഹലോ ഹലോ ഏട്ടാ, ഉറങ്ങിക്കൂടായിരുന്നോ നിനക്ക്? കുറച്ചു നേരം. ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ വരണ വരെ ഉറങ്ങാതിരിക്കല്ലെന്ന്. ഫുഡ് കഴിച്ച് പഠിച്ചൊക്കെ കഴിഞ്ഞാൽ ഉറങ്ങണമെന്ന്. അയ്യോ എൻ്റെ ഏട്ടാ, ദിവസവും ഇത് തന്നെയല്ലേ പറയണേ. ഞാൻ ഉറങ്ങിയാൽ ചിലപ്പോൾ ഏട്ടന്റെ മെസ്സേജ് അയച്ചാൽ അറിയില്ല. അപ്പോഴോ ഈ പറയണ ആള് തന്നെ പിണങ്ങുകയും ചെയ്യും. അയ്യോ എൻ്റെ കുഞ്ഞൻ കലിപ്പിലായോ? നിന്നോട് സംസാരിക്കാതെ പറ്റില്ലടി, അതല്ലേ. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയ രാവിലെ വരെ നീളും. ഇവിടെ ചെക്കന്മാരൊക്കെ നമ്മളെ മൂങ്ങകളെന്നാ പറയണേ. മൂങ്ങേ? അതെന്താ? മൂങ്ങകളല്ലേ രാത്രിയിലൊക്കെ ഉറങ്ങാതിരിക്കുക. അതാടി പൊട്ടി. ഉറങ്ങാൻ സമയം 4 മണിയോളം ആവും. നിനക്ക് കോളേജിൽ പോകേണ്ടതല്ലേ, അതാ കുറച്ചു നേരം ഉറങ്ങാൻ പറയണേ. അതിപ്പോ ഏട്ടനും ഡ്യൂട്ടി ഉണ്ടല്ലോ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മാവുണ്ടോ ഏട്ടാ? എന്താ ചെയ്യണേ? റൂമിലാണോ പുറത്താണോ? കഴിച്ചോടി. നീയോ? പുറത്താടി. ഇവിടെ നല്ല വിദേശി പെൺകുട്ടികൾ വായി നോക്കി ഇങ്ങനെ ഇരിക്കുക. അയ്യടെ മോനെ, ആ വായ അടച്ചില്ലെങ്കിലേ ഉണ്ടക്കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. ഹഹഹ. ചിരിക്കൊന്നും വേണ്ട കേട്ടോ. ഇല്ല. എന്നിട്ട് പറ, എന്തൊക്കെ കോളേജിലെ വിശേഷം? കൂടെയുള്ള കൂതറകളൊക്കെ എന്ത് പറയുന്നു? എത്ര കോലുമുട്ടായി തിന്നു? അച്ഛനെ കണ്ടോ ഇന്ന്? ഹായ്, പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ കിട്ടിയ പോലുണ്ട്. അച്ഛനെ കണ്ട കാര്യം പറയണ്ട, ചമ്മി നാറിയേട്ടാ. ഞങ്ങൾ കോലുമുട്ടായി വാങ്ങി അത് നക്കി വരുമ്പോഴാ അച്ഛൻ ഞങ്ങളെ പാസ് ചെയ്തു പോയത്. എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. ഭാവി മരുമകളെ കുറിച്ച് ഒരു ബോധവും ഉള്ളത് കൊണ്ട് സാരമില്ല. അതാ സമാധാനം. പിന്നില്ല ഏട്ടാ, ഇവിടെ നല്ല മഴയാ. ഞാൻ വരേണ്ടി വരുവോ? കാണാൻ തോന്നുവാ. ഒരു 1.5 കൊല്ലം പോയില്ലേടി. അതുപോലെ ഒരു 6 മാസം കൂടി വന്നിട്ട് വേണം നിന്റെ വീട്ടിലൊന്ന് വരാൻ. അയ്യോ പേടിപ്പിക്കല്ലേ, ചേച്ചി ഭദ്രകാളി ആവുമോ? നോക്കാം നമുക്ക്. അങ്ങനെ പതിവ് പോലെ ആ സംസാരം നീണ്ടുപോയി. സമയം 3 കഴിഞ്ഞു. കുഞ്ഞൻ ഉറങ്ങിക്കോ. പോണോ ഏട്ടാ? പോണം കുഞ്ഞാ. എന്നാ താ. ഉമ്മ നെറ്റിയിലും കണ്ണിലും ഉണ്ടക്കവിളിലും കുഞ്ഞു ചുണ്ടിലും. ഉമ്മ ഏട്ടാ, ലവ് യു. പോയി ഉറങ്ങുന്നീ. ലവ് യു ടു പറ. അതിന് സമയമായിട്ടില്ല കുഞ്ഞാ. പോ ജാട മനുഷ്യൻ. ഉമ്മ കുഞ്ഞാ. ചുണ്ടിൽ ഒളിപ്പിച്ച ചിരിയോടെ രണ്ടുപേരും ഉറക്കത്തിലേക്ക്. ഇവരാണ് റോഷ്നിയും സിദ്ധാർത്ഥും. റോഷ്നിയുടെ ചേച്ചി രേഷ്മയുടെ കോളേജ് മേറ്റും ബെസ്റ്റ് ഫ്രണ്ടുമായിരുന്നു സിദ്ധാർത്ഥ്. ചേച്ചിയുടെ നാവിൽ നിന്നും എപ്പോഴും കേൾക്കുന്ന പേര് സിദ്ധു. ഒരിക്കൽ ഒരു വീക്കെൻഡിൽ ഷോപ്പിങ്ങിന് പോയപ്പോൾ രേഷ്മ അനിയത്തിയെ പരിചയപ്പെടുത്തി കൊടുത്തു. അവൾക്ക് ആ മുഖം വളരെ പരിചിതമായിരുന്നു. എല്ലാവരോടും ഒത്തിരി സ്നേഹിക്കുന്ന, പെട്ടെന്ന് കമ്പനിയാവുന്ന, പ്രായത്തിന്റെ എല്ലാ കുരുത്തക്കേടും കയ്യിലുള്ള, എന്നാൽ അതിനെല്ലാം ഒരു അതിരുള്ള സിദ്ധുവിനോട് ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ ആകർഷണം തോന്നിയിരുന്നു. ആ 10ാം ക്ലാസ്സുകാരിക്ക്
പിന്നീട് ബസ് സ്റ്റാൻഡിലും മറ്റുമായി കണ്ടിരുന്നു. പരിചയഭാവത്തിൽ രണ്ടുപേരും ഒരു ചിരി കൈമാറും. എന്നും വാ തോരാതെ സിദ്ധുവിനെ കുറിച്ച് സംസാരിക്കുന്ന രേഷ്മയെ നോക്കിയിരിക്കുകയായിരുന്നു റോഷ്നി. എന്തോ ഒരു തരം അസൂയ പൊട്ടിമുളയ്ക്കും പോലെ. ഡി ചേച്ചി, നിനക്ക് ആ ചേട്ടനോട് ലബ്ബാണോ? ഓ, നിന്നോട് ഇത് പറയുന്ന എന്നെ വേണം, അവൻ എന്റെ ബെസ്റ്റിയാണടി. ചുമ്മാ ചോദിച്ചതാടി പറഞ്ഞൊരു ഉമ്മയും കൊടുത്ത് ഓടുമ്പോൾ എന്തിനോ ഉള്ളും സന്തോഷിച്ചിരുന്നു. അങ്ങനെ ഒരു കൊല്ലം തനിക്ക് തോന്നുന്ന വികാരത്തിന് ഒരു പേര് നൽകാതെ ഉള്ളിൽ കൊണ്ടു നടന്നു. അവരുടെ ഡിഗ്രിയും റോഷ്നിയുടെ 10ഉം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് സിദ്ധുവിന് വിസ ശരിയായതും ഗൾഫിൽ പോയതും. റോഷ്നിക്കും വിഷമമായിരുന്നു അവന്റെ വേർപാട്. അവിടെ പോയ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നതും അത് സിദ്ധു ആണെന്ന് അറിഞ്ഞപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു ആ പെണ്ണിന്. കോളേജ്, പഠിത്തം, കുടുംബം, കൂട്ടുകാർ, ഇഷ്ടങ്ങൾ, അങ്ങനെ അവരുടെ സംഭാഷണം ഓരോ ദിവസം കഴിയും തോറും നീണ്ടുപോയി. ചേച്ചി പറയാറുള്ള പക്വതയില്ലാത്ത പ്രായത്തിന്റെ കുരുത്തക്കേടുകളുള്ള സിദ്ധുവിന് പുറമെ ചേച്ചി മനസ്സിലാകാത്ത, ആരും മനസ്സിലാക്കാത്ത അവന്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം മനസ്സിലാക്കുകയായിരുന്നു അവൾ. തനിക്കറിയാത്ത ഒത്തിരി അറിവുകൾ അവൻ അവൾക്ക് പകർന്നു നൽകി. അന്ന് തുടങ്ങിയതാണ് പരസ്പരം. ഇഷ്ടം പറയുന്നതിന് മുന്നേ തുടങ്ങിയതാണ് രാത്രി പുലരുവോളമുള്ള ഫോൺ സംഭാഷണവും പിന്നെ അവർ മാത്രം വിളിക്കുന്ന കുഞ്ഞാവിളിയും. അവന്റെ അറിവ് കേട്ട് അവൾ ചോദിക്കുമായിരുന്നു, ഏട്ടന് PSC എഴുതിക്കൂടെ എന്ന്. അതിന് അവൻ നൽകിയ ഉത്തരം 2 ചേച്ചിമാരെ കല്യാണം കഴിച്ചു കൊടുത്ത ഒരു കൗമാരക്കാരന്റെ ജീവിതകഥയായിരുന്നു. ഓട്ടോ ഡ്രൈവർ ആയിരുന്ന അച്ഛന്റെ വീഴ്ചയും കുറെ നേരം ഓട്ടോയിൽ ഇരുന്ന് ഓടിക്കാൻ പറ്റാതായതുമായിരുന്നു. അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് അവകാശപ്പെടുന്ന തന്റെ ചേച്ചിയടക്കം ആരും അവനെ പൂർണ്ണമായും മനസ്സിലാക്കിയില്ല എന്ന് അവളിൽ നോവുണർത്തിയിരുന്നു. അങ്ങനെ +2 അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്തു. പരസ്പരം തുറന്നു പറയാതെ എന്നാൽ മനസ്സുകൊണ്ട് എന്നോ ഒന്നായ ഹൃദയം കൊണ്ട് പ്രണയം ചൊല്ലുന്നവരായി അവർ മാറിയിരുന്നു. രേഷ്മയുടെ വാക്കുകളിൽ നിന്നും കുട്ടികളിയുള്ള കാര്യഗൗരവമില്ലാത്ത അവന്റെ കുഞ്ഞു അവനെ ഇത്രമേൽ മനസ്സിലാക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും കെയർ ചെയ്യുന്നതും താങ്ങാവുന്നതും അവനും ഒരു അത്ഭുതവും അതിലുപരി ഒത്തിരി സന്തോഷവുമായിരുന്നു. ചുറ്റുമുള്ളവർ മനസ്സിലാകാതെ പോയ 2 പേർ പരസ്പരം മനസ്സിലാക്കുന്നതിലും മനോഹരം മറ്റെന്താണ്? +1 പരീക്ഷ കഴിഞ്ഞ് വെക്കേഷൻ സമയം. പതിവ് പോലെ ഫോണിലൂടെ അവർ സംസാരിക്കുന്ന സമയം. അവർക്കിടയിൽ അന്ന് ആദ്യമായി മൗനം തളം കെട്ടി. മൗനത്തെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സിദ്ധു പറയാൻ തുടങ്ങി, കുഞ്ഞാ, നിനക്ക് ഞാൻ ഇത് പറയുമ്പോൾ ഞെട്ടലൊന്നും ഉണ്ടാവില്ലെന്നറിയാം. നിന്റെ മറുപടിയും അറിയാം. ചിലപ്പോൾ ഇങ്ങനൊരു തുറന്നു പറച്ചിലിന്റെ ആവശ്യം പോലുമില്ല. എങ്കിലും എന്തോ ഇപ്പൊ പറയാൻ തോന്നുക. നമുക്കിനിയുള്ള യാത്ര ഒന്നിച്ചായാലോ? ഞാൻ എന്നോ തുടങ്ങിക്കഴിഞ്ഞു ആ യാത്ര. ഇത്ര ദിവസം ടിക്കറ്റ് ചോദിച്ചില്ലായിരുന്നു. ഇപ്പൊ ചോദിച്ച സ്ഥിതിക്ക് ടിക്കറ്റ് എടുത്ത് പേടിക്കാതെ തുടർന്ന് യാത്ര ചെയ്താലോ? പേരറിയാത്ത, അല്ല, ഉള്ളിൽ അവർ നൽകിയ, ഉള്ളാൽ പേര് നൽകിയ ആ വികാരത്തെ അവർ വാക്കുകളിലൂടെ വിളിച്ചു പ്രണയമെന്ന്. ഒരിക്കൽ കുളിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ ഫോൺ പിടിച്ച് ദേഷ്യപ്പെട്ടു നിൽക്കുന്ന ചേച്ചിയാണ് കാണുന്നത്. ഫോണിൽ ലോക്ക് മാറ്റിയ അവസരത്തെ പഴിക്കാൻ സ്ഥിരം കേട്ടിട്ടുള്ള കള്ളത്തരമായ നുണക്കഥ മെനയാനും സമയം കിട്ടുന്നതിന് മുന്നേ ചൂലുകൊണ്ട് നല്ല അടി കിട്ടിയിരുന്നു. കുറ്റബോധമൊന്നുമില്ലായിരുന്നു. പക്ഷെ വേദനിപ്പിച്ചത് അച്ഛന്റെയും അമ്മയുടെയും മൗനമാണ്. പിന്നീട് അറിഞ്ഞു ചേച്ചി ഏട്ടനെ വിളിച്ച് സംസാരിച്ചതും ഇനി മിണ്ടരുതോ എന്ന ചേച്ചിയുടെ താക്കീതിന് ഏട്ടൻ പറഞ്ഞ വാക്കുകളാണ് ആശ്വാസം നൽകിയത്. നിനക്ക് ഞങ്ങളെ സംസാരിപ്പിക്കാതെ നോക്കാൻ പറ്റും. ഈ അകലവും ശബ്ദവും ഒന്നും ഞങ്ങളെ അകറ്റില്ല. പിന്നീട് ഒരു വിവരവുമില്ലാത്ത കുറെ ദിവസങ്ങൾ. ചേച്ചിയുടെ കല്യാണം ശരിയായതും ഏട്ടന്റെ നാട്ടിലേക്കുള്ള വരവും ഞങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് ഫ്രണ്ടിനെ കല്യാണത്തിന് വിളിക്കാതിരിക്കില്ല എന്ന് ചേച്ചി അച്ഛനോടും അമ്മയോടും പറഞ്ഞത് കേട്ടതും 2 കാലം അനുഭവിച്ച വിരഹത്തിന് മേൽ പുരട്ടിയ മുറിവ് എണ്ണ പോലെ ആയിരുന്നു. കല്യാണത്തിന് വെപ്രാളമായിരുന്നു. ദൂരെ നിന്ന് വരുന്നത് കണ്ടു. കുറെ നേരം നോക്കി നിന്നു. അകലെ നിന്നും പരസ്പരം കല്യാണ തിരക്കിനിടയിലും തേടി വന്ന ചേച്ചിയുടെ കണ്ണുകൾ ആ അകലം കൂട്ടി. പിന്നീട് എപ്പോഴോ പുറത്തു വെച്ച് ഒരു നോക്കുക അടുത്തു ചെന്ന് പരസ്പരം നോക്കി നിന്നു. കൈകൾ കോർത്ത് ഒരു വാക്ക് പോലും 2 പേരും പറഞ്ഞില്ല. മൗനം വാചാലമായിരിക്കണം. കണ്ണുകൾ കഥ പറഞ്ഞിരിക്കണം. കഴിഞ്ഞ 2 കൊല്ലത്തെ വിരഹത്തെക്കുറിച്ച്, കാത്തിരിപ്പിനെ കുറിച്ച്, അങ്ങനെ കുറച്ച് നിമിഷങ്ങൾ ആരുടെയോ കാൽപെരുമാറ്റം കേട്ടുകൊണ്ട് അകന്നു മാറി. ചേച്ചി പോയി. അച്ഛനും അമ്മയും ഈ കാര്യത്തിന് മാത്രം മൗനം ഭുജിച്ചു. ചിലപ്പോൾ ഉള്ള സംസാരത്തിൽ സിദ്ധുവേട്ടൻ കടന്നു വരും. എങ്കിലും ചേച്ചി എന്നൊരു വാക്കിൽ അവർ അതിനെ ഒതുക്കും. ചേച്ചി മാത്രമാണ് തടസ്സം. എന്തുകൊണ്ട്? അതിന് അവൾ പറഞ്ഞ ഉത്തരം തന്റെ ഫ്രണ്ടിനെ സ്വന്തം അനിയത്തി കല്യാണം കഴിക്കുക എന്നറിഞ്ഞാൽ കൂട്ടുകാർക്കുണ്ടാവുന്ന തെറ്റിദ്ധാരണയും തെറ്റിദ്ധരിക്കലും അതൊരു കാരണമാണോ? പിന്നീട് ഒരു ദിവസം ചേച്ചി തന്റെ ഫോണിൽ ബ്ലോക്ക് ചെയ്തു വെച്ച് ഏട്ടന്റെ നമ്പർ അൺബ്ലോക്ക് ചെയ്യുമ്പോൾ കുറ്റബോധമില്ലായിരുന്നു. അവർക്ക് പ്രണയമായിരുന്നു, പ്രണയം മാത്രം. 6 മാസങ്ങൾക്ക് ശേഷം സിദ്ധു നാട്ടിലെത്തി. ഇന്നാണ് അവൻ റോഷ്നിയുടെ വീട്ടിൽ വരുന്നത്. അച്ഛനും അമ്മയും രേഷ്മയും ഉണ്ട്. രേഷ്മയുടെ ഹസ്ബൻഡ് ശ്രീ ജോലി തിരക്ക് കാരണം വന്നിട്ടില്ല. രേഷ്മ, നീ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കെന്നല്ല, ഞങ്ങൾക്ക് ആർക്കും അംഗീകരിക്കാനാവില്ല. നിനക്കറിയില്ലേ എന്നെ? ഞാൻ അവളെ നോക്കിക്കോളാടി. അവളില്ലാതെ പറ്റില്ല എനിക്ക്, അവൾക്കും പറ്റില്ല.
ഞാനില്ലാതെ. നിനക്കൊഴികെ ആർക്കും എതിർപ്പില്ല, പ്ലീസ്, സിദ്ധു പറഞ്ഞു. സിദ്ധു, അത് എനിക്ക് വേണ്ട ചേച്ചി, വിക്കണ്ട, എനിക്ക് മനസ്സിലാവും. ഇഷ്ടം തോന്നിയ ഒരാളെ എങ്ങനെ അനിയത്തിയുടെ ഭർത്താവായി കാണും അല്ലേ? ആ ബുദ്ധിമുട്ടല്ലേ? അത്രയും നേരം മൗനമായിരുന്ന റോഷ്നി പൊട്ടിത്തെറിച്ചുപോയി. അത്രമാത്രം തന്റെ പ്രാണൻ പ്രണയം നഷ്ടപ്പെടുമെന്ന് അവൾ ഭയന്നിരിക്കണം. കുഞ്ഞ, എന്തൊക്കെയാ നീ? സിദ്ധുവിന്റെ വാക്കുകൾ ഇടറിയിരുന്നു. സത്യായിട്ടാ ഞാൻ കേട്ടത്, ചേച്ചി ശ്രീയേട്ടനോട് പറയുന്നത് ഞാനാ കേട്ടത്. രേഷ്മ, അവന് വിശ്വസിക്കാൻ പറ്റിയില്ല. സോറി സിദ്ധു, ഇഷ്ടമായിരുന്നു, പക്ഷെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിക്കുമെന്ന് വിചാരിച്ച് പറഞ്ഞില്ല. പിന്നീട് നിന്റെയും രോഷ്നിയുടെയും കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ സ്വാർത്ഥയായിപ്പോയി. നിന്നെക്കാൾ നല്ലൊരു ആളെ അവൾക്ക് കിട്ടില്ലെന്നറിഞ്ഞിട്ടും ഞാൻ സ്വാർത്ഥയായിപ്പോയി, പൊട്ടിക്കരഞ്ഞുപോയി. അത് സിദ്ധുവിനെ ഇഷ്ടമായതിന്റെ കുറ്റബോധം കൊണ്ടല്ല, താൻ സ്വാർത്ഥയായിപ്പോയി എന്ന ബോധം കൊണ്ട്. താൻ കാരണം വിഷമിക്കുന്ന അച്ഛനെയും അമ്മയെയും അനിയത്തെയും സിദ്ധുവിനെയും ഓർത്ത്. എല്ലാം അറിഞ്ഞപ്പോൾ ശ്രീ എല്ലാം തുറന്നു പറയാൻ പറഞ്ഞത് അവഗണിച്ചതിനെ കുറിച്ച് ഓർത്തുകൊണ്ട്. സാരമില്ല ചേച്ചി, കരയണ്ട. നിനക്ക് വേണ്ടി ഞാൻ അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ തൊണ്ട ഇടറിയിരുന്നു, കണ്ണുകൾ നിറഞ്ഞു. വേണ്ട മോളെ, നിങ്ങളാ ഒന്നിക്കേണ്ടത്, എനിക്ക് സമ്മതം. അവർ രണ്ടുപേരെയും ചേർത്ത് നിർത്തി. എല്ലാവരും കണ്ണുകൾ തുടച്ചു. രേഷ്മ കൈ ഉയർത്തി സൂപ്പർ എന്ന് കാണിച്ചു. ഏട്ടാ, ചേച്ചി എന്താ മലരിന് പഠിക്കുന്നോ? അവൾ സിദ്ധുവിനോട് സ്വകാര്യം പറഞ്ഞു. എന്റെ കുഞ്ഞ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവൾ മലരിനോ മേരിക്കോ പഠിച്ചോട്ടെ, നമുക്ക് സേഫ് ആയല്ലോ. ദൈവത്തിനോട് നന്ദി പറ. അതെ, ഏട്ടൻ ഇതിലും വലുതെന്തോ വരാനിരുന്നതാ. ഇത്ര ആയതിൽ നന്ദി പറയാം. സിദ്ധു തലയിൽ കൈ വെച്ചുപോയി. ഇവരുടെ സ്വകാര്യം പറച്ചിൽ കേട്ട് കുട്ടികൾ സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ പോയി. സിദ്ധു അവളെ ഒന്ന് നേരെ നിർത്തി. ഏട്ടാ, ഐ ലവ് യു. അവൾ മെല്ലെ അവന്റെ നെഞ്ചിലേക്ക് ചാരി. ലവ് യു ടു കുഞ്ഞ. അവൻ അവളെ തിരികെ കെട്ടിപ്പിടിച്ച് നെറുകയിലായി ചുംബിച്ചുകൊണ്ട് മെല്ലെ മന്ത്രിച്ചു. അവൾ ഞെട്ടി അവനെ നോക്കി. പിന്നെ കുസൃതിയോടെ ചോദിച്ചു, ഇപ്പൊ സമയമായോ? എല്ലാവരുടെയും സമ്മതത്തോടെ നിന്നെ എന്റേതാക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഈ ലോകത്തോട് ഒന്നിനെയും ഭയക്കാതെ എന്റെ പെണ്ണിനോട് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ദിവസം ഇങ്ങനെ നിന്റെ കാതോരം മന്ത്രിക്കാൻ കാത്തിരിപ്പായിരുന്നു. ഇന്നിതാ അത് അവസാനിച്ചിരിക്കുന്നു. അവൾ ഒന്നുകൂടെ അവനോട് ചേർന്ന് നിന്നു. ആ നെഞ്ചിലായി ഒന്ന് മുത്തി. പ്രണയത്തിന്റെ പുതിയ ഇതളുകൾ തേടി ഒരു പൂമ്പാറ്റയെ പോലെ ഒരിക്കലും അവസാനിക്കാത്ത മധു നുകർന്നുകൊണ്ട് അവർ പാറി പറക്കട്ടെ.